അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ മുഹമ്മദ് അജ്ദർ AP 8E. ഞാൻ അശ്വിമ രാജേഷ് 9th A. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തു. ഇന്ന് മാർച്ച് 6 പ്രശസ്തനായ മലയാള സിനിമാ നടനും നാടൻ പാട്ട് കലാകാരനുമായ കലാഭവൻ മണിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ചേന്നത്തുനാട് പഞ്ചായത്തിൽ കുന്നിശ്ശേരി വീട്ടിൽ രാമന്റെയും അമ്മണിയുടെയും മകനായി 1971 പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം. രാമൻ അമ്മിണി ദമ്പതികളുടെ 7 മക്കളിൽ 6ാമനായിരുന്നു മണി. വേലായുധൻ, രാമകൃഷ്ണൻ, ശാന്ത, തങ്കമണി, ലീല, അമ്മിണി എന്നിവരായിരുന്നു സഹോദരങ്ങൾ. പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കറ്റാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അനുകരണ കല മണിയുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മോണോ ആക്ടിൽ മണി യുവജനോത്സവങ്ങളിൽ മത്സരിച്ചു. 1987 മോണോ ആക്ടിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാമനാകുവാൻ കഴിഞ്ഞത് മണിയുടെ ജീവിതത്തിന് വഴിത്തിരിവായി. പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി. ഇതിനിടയിലാണ് അദ്ദേഹം കലാഭവൻ മിമിക്സ് ട്രൂപ്പിൽ ചേരുന്നത്. ജയറാം, ദിലീപ്, നാദിർ ഷാ, സലീം കുമാർ തുടങ്ങിയ പിൽക്കാലത്തെ പ്രശസ്തർ പലരും കലാഭവനിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും ഇവർ ഒരുപാട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1995 സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണി ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ സല്ലാപത്തിലാണ് അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടുന്നത്. തുടർന്ന് നായകനായും വില്ലനായും സഹനടനായും ഹാസ്യതാരവുമായുമെല്ലാം അദ്ദേഹം ചലച്ചിത്രത്തിൽ തിളങ്ങി. പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്താണ് മണി താരമായത്. അഭിനയം,
ആലാപനം, സംഗീത സംവിധാനം, ഗാനരചന, അങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവ്. ചുരുക്കത്തിൽ സിനിമയിൽ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു മണി. ഓട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച കലാഭവൻ മണി ഹാസ്യനടനായിട്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് ഗൗരവമുള്ള സ്വഭാവവേഷങ്ങളിലൂടെയും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം, തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. മലയാള സിനിമയ്ക്ക് അനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാഭവൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് സ്വന്തം പേരിനോടൊപ്പമുള്ള മണി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകനായ ശ്രീ രാഹുലാണ്. പ്രിയപ്പെട്ടവർ, വിദ്യാഗീതം സ്കൂൾ റേഡിയോ ടീമിന് എൻ്റെ സ്നേഹാശംസകൾ. ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇന്ന് കലാഭവൻ മണിയുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. സമുദായം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത്. ചെറിയ വേഷങ്ങൾ ചെയ്ത് മണി ഉയരുകയായിരുന്നു. സിബി മലയാലിൻ്റെ അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി അഭിനയിച്ചു. സല്ലാപത്തിലെ ചെത്തുകാരൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രമുഖ സിനിമാ സംവിധായകർ മണിയെ തേടിയെത്തി. ഉദ്യാനപാലകൻ, ഭൂതക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ സീരിയസ് വേഷമായിരുന്നു. വിനയൻ എന്ന സംവിധായകനാണ് കലാഭവൻ മണിയെ നായക നിരയിലേക്ക് ഉയർത്തിയത്. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിൽ മണി നായകനായി. അന്ധഗായകനായ രാമു എന്ന കഥാപാത്രം സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ മണിയുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടായി. രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ദേശീയ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം, കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി പ്രൈസ്, സത്യൻ ഫൗണ്ടേഷൻ അവാർഡ്, മാതൃഭൂമി അവാർഡ്, ലക്സ് ഏഷ്യാനെറ്റ് അവാർഡ് എന്നീ അംഗീകാരങ്ങൾ മണിയെ തേടിയെത്തി. മണി എന്ന നടൻ്റെ ഉയർച്ചയുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. വൺമാൻ ഷോ, സമ്മർ ഇൻ ബത്ലഹേം, ദില്ലി വാല രാജകുമാരൻ, ഉല്ലാസ പൂങ്കാറ്റ്, കണ്ണെഴുതി പൊട്ടും തൊട്ട്, രാക്ഷസ രാജാവ്, മലയാളി മാമന് വണക്കം, വല്യേട്ടൻ, ആറാം തമ്പുരാൻ, വസന്തമാളിക എന്നീ ചിത്രങ്ങളിൽ മണി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ദി ഗ്യാങ്, ഗാഡ്, ആകാശത്തിലെ പറവകൾ, വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ മണി നായകനായും സഹനടനായും വില്ലനായും ഹാസ്യതാരമായുമൊക്കെ മണി കാണികളെ രസിപ്പിച്ചു. മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ തമിഴിലും തെലുങ്കിലുമൊക്കെ മണി തൻ്റെ സാന്നിധ്യം അറിയിച്ചു. വാഞ്ചിനാഥൻ, ജെമിനി, ബന്ദാ പരമശിവം തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ചില തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. നടൻ എന്നതിനൊപ്പം നല്ല ഗായകൻ കൂടിയാണ് കലാഭവൻ മണി. നാടൻ പാട്ടിനെ ഇത്രയധികം ജനകീയമാക്കിയ മറ്റൊരു കലാകാരനില്ല. പാവാട പ്രായത്തിൽ തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ മണിയുടെ ശബ്ദത്തിൽ മലയാളി കേട്ടു. ഗാനമേളകൾക്കും മറ്റ് ചടങ്ങുകൾക്കും മണി എത്തിയാൽ പാട്ടുപാടാതെ ജനങ്ങൾ വിടില്ലെന്ന അവസ്ഥയുണ്ടായിരുന്നു. മണി അഭിനയിക്കുന്ന ചില ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും പതിവാണ്. മണിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളുടെ ശേഖരമുള്ള നിരവധി ഓഡിയോ കാസറ്റുകളും റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിലെ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചു. ദേശീയ പുരസ്കാരം മുതൽ ഇങ്ങോട്ട് നിരവധി അവാർഡുകളും മണിയെ തേടിയെത്തി. മലയാളി മറക്കാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയും മണി നമുക്ക് സമ്മാനിച്ചു. ഒരു പാട്ടു പാടാൻ വാ. കലാഭവൻ മണിയുടെ നാടൻ പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു 9th ബിയിലെ രാഹിമ.
മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് നീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ട് നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് നീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് നീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ, കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ, കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. അനശ്വരങ്ങളായ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, ഒരുപാട് പാട്ടുകൾ ഒക്കെ നമുക്കായി ബാക്കി വെച്ച് 2016 മാർച്ച് 6 മണി നിത്യതയിൽ ലയിച്ചു ചേർന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.